നമുക്കിന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ. പുറത്ത് നല്ല ശാന്തമായ അന്തരീക്ഷമാണ് കേട്ടോ, മഴയൊന്നും ഇല്ലാത്ത നല്ല വെയിലൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ദോശയാണ് രാവിലത്തേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് തേങ്ങാ ചമ്മന്തിയും തക്കാളി ചമ്മന്തിയും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഞാൻ തക്കാളി ചമ്മന്തി ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 തക്കാളിയാണ് എടുക്കുന്നത്. ഈ ഒരു തക്കാളി ഇങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ 3 ചുമന്ന മുളകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ തൊലി പൊട്ടി വരുന്ന സമയത്ത് തക്കാളിയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടാറണം ഇനിയത്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറാൻ സമയം എടുക്കും. നമുക്ക് അതിനുള്ളിൽ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ച് തേങ്ങ, ചെറിയുള്ളി, 2-3 പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉപ്പ്, വെള്ളം ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. ഇത് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അരച്ച തേങ്ങാ ചമ്മന്തി നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് തക്കാളി ചമ്മന്തി അരച്ചെടുക്കാം. മുളകിൻ്റെ ഞെട്ട് കളഞ്ഞതിന് ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ തക്കാളിയുടെ തൊലി നല്ലോണം കളഞ്ഞതിന് ശേഷം അരയ്ക്കാനായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി ചമ്മന്തി ഒന്നും എൻ്റെ സ്വന്തം റെസിപ്പി അല്ല കേട്ടോ. ഞാനൊരു യൂട്യൂബ് ഷോർട്സിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ 2-3 വെളുത്തുള്ളി, ചെറിയുള്ളി, ഉപ്പ്, വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ 2 ചമ്മന്തിയിലോട്ട് നമുക്ക് കടുക് വറുത്ത് ഒഴിക്കണം. കടുക് വറുക്കാൻ പിന്നെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, മുളക് ഇടുക, കറിവേപ്പില ഇടുക, തീർന്നു. ഇനിയിപ്പോൾ അത് അതിലേക്ക് ഒഴിക്കുക. ഞാൻ ആദ്യം തേങ്ങാ ചമ്മന്തിയിലോട്ടാണ് കേട്ടോ ഒഴിക്കണത്. അങ്ങനെ നമ്മുടെ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും കടുക് വറുത്തതിന് ശേഷം ഈ തക്കാളി അരച്ച് വെച്ചത് ചേർക്കാം കേട്ടോ. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തുകൊണ്ട് നല്ല രീതിയിൽ കുറുക്കിയെടുക്കാം. അപ്പോൾ അതാ ഇവിടെ 2 റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ ചുട്ടെടുക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓരോ ദോശയായിട്ട് ചുട്ടെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ചൂടോടുകൂടി കഴിക്കാമല്ലോ. ദോശ ചൂടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അപ്പുറത്ത് കാപ്പിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കാപ്പി കുടിച്ചോണ്ടാവും ദോശ ചുടൽ. ഞാനിങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ആസ്വദിച്ച് ഇങ്ങനെ ദോശയൊക്കെ ചുട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് കഴിക്കാനായിട്ട് ഇരിക്കാം. അങ്ങനെ 2 ചമ്മന്തിയും നല്ല മൊരിഞ്ഞ ചൂടൻ ദോശയൊക്കെ ആയിട്ട് ഒരു പിടി അങ്ങ് പിടിച്ചാലോ. ഈ ഒരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ അടുത്ത പുതിയ നല്ല വീഡിയോസായിട്ട് ഞാൻ പുറകെ വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.